ഇന്ന് മാർച്ച് 15. തലശ്ശേരി അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് 5 ദിവസമായി. ഇനി ഇന്നും നാളെയും കൂടി ഉത്സവമുള്ളൂ. അത് കാരണം ഉത്സവത്തിന് പോയി കളയാമെന്ന് വിചാരിച്ചു. ഒരുങ്ങി ഒരു ദിവസം നല്ല മഴയായ കാരണം ഞങ്ങളുടെ യാത്ര പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുടെ 2 വശത്തും വയലാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ റൈഡ്സും കച്ചവടക്കാരും ഒക്കെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഉത്സവത്തിന് പോയത്. ഉത്സവത്തിൻ്റെ വൈബ് ശരിക്കും കിട്ടണമെങ്കിൽ നമ്മൾ രാത്രി പോകണ്ടേ? ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിരിക്കുന്ന സമയത്ത് എന്ത് രസമല്ലേ ആ റൈഡ്സൊക്കെ കാണാൻ. ഒരുപാട് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സ്റ്റോളാണ്. നമ്മുടെ പഴയകാല മിഠായി കിട്ടുന്ന ഒരു കുഞ്ഞു സ്റ്റോൾ. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ മാംഗോ ബൈറ്റൊക്കെ ഇപ്പോൾ പഴയകാല മിഠായിയുടെ കൂട്ടത്തിലാണെന്ന് മനസ്സിലായത്. ഇനി നേരെ അമ്പലത്തിലേക്ക്. ഇന്ന് അമ്പലത്തിലെ മീറ്റിങ്ങിന് ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് MP മിസ്റ്റർ ഷാഫി പറമ്പിലും മിസ്റ്റർ ഗോകുലും ഗോപാലനും പിന്നെ കർണാടകയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മധു ബംഗാരപ്പയും. വൈകിട്ടായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മണ്ഡപം. ഈ പ്രതിമ സ്ഥാപിച്ച കഥയൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. Government of Karnataka who has taken a great effort to be here despite the distance and challenges. Your presence is a testament to your devotion to Sri Narayana Guru, a legacy shared by your beloved father Sri Bangarappaji. ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് A.N. ഷംസ്. ഇങ്ങനൊരു ഉത്സവത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. അത് നമുക്ക് അഭിമാനബോധം നൽകുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല അത് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടെ നൽകുന്ന ഒന്നാണ് എന്നുള്ളത് അവരവരുടെ പ്രസംഗങ്ങളിൽ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സമ്മേളനമൊക്കെ കഴിഞ്ഞ് ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. ഇന്ന് മാർച്ച് 16. ഇന്നാണ് തലശ്ശേരി അമ്പലത്തിലെ ഉത്സവം തീരുന്ന ദിവസം. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് കല്യാണക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം. കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല, ആൾക്കാർ കുറവായിരുന്നു. പിന്നെ അവിടെ ഒരു പെറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. റൈഡ്സിലൊന്നും അധികം ആരുമില്ല, എല്ലാവരും വന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ. രാത്രി വരെ ഉത്സവം ഉണ്ടല്ലോ. ടെമ്പിൾ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് എപ്പോഴും ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാം, ട്രെയിന് പോകുന്നതും കാണാം. ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ഡപം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. പിന്നെ ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഉണ്ട്. അത്യാവശ്യം കുറേ പേരൊക്കെ തിരുമുറ്റത്തുണ്ട്. എല്ലാവരും ഉത്സവം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുക. ഇന്ന് രാത്രി 10:45 കൊടിയിറങ്ങും. അതോടുകൂടി ഈ വർഷത്തെ ഉത്സവം ഇവിടെ അവസാനിക്കും. ഈ കൊടിയും കൊണ്ട് പോകുന്നവർ പ്രദക്ഷിണത്തിൻ്റെ മുന്നിലുണ്ടാവും. അവരുടെ തൊട്ടുപിറകിലായിട്ടാണ് കല്യാണക്കുട്ടികളും ആനയും ഒക്കെ വരുന്നത്.
ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് കല്യാണക്കുട്ടികൾ ഇറങ്ങുന്നത്. പെൺകുട്ടികൾ ഉണ്ടാവുന്നവർ നേരുന്നൊരു നേർച്ചയാണ്. പെൺകുട്ടികളുണ്ടായ 10 വയസ്സിനുള്ളിൽ അവരെ കല്യാണക്കുട്ടികളാക്കി ഇതുപോലെ പ്രദക്ഷിണം വെപ്പിക്കും. തലനിറയെ പൂവെച്ച് വെള്ള ഉടുപ്പിട്ട് നല്ല സുന്ദരി മണികളായിട്ട് 10 വയസ്സിൽ താഴെയുള്ള പെൺമക്കൾ അവരുടെ അമ്മമാരുടെയും ആൻറ്റിമാരുടെയും ഒക്കെ കൂടെ ഇങ്ങനെ നഗരപ്രദക്ഷിണത്തിന് പോകും. ഇവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് തീരണമെങ്കിൽ രാത്രി ഒരു 10-10:30 കൊടി ഇറങ്ങുന്ന സമയം വരെ ഇവർ നഗരപ്രദക്ഷിണത്തിലായിരിക്കും. കല്യാണക്കുട്ടികൾ ഇറങ്ങി ഇനി പ്രദക്ഷിണം വെച്ച് വരുന്ന ആനയും അവരുടെ പുറകെ ഇറങ്ങും. കൊടിയേറ്റം കണ്ടാൽ കൊടിയിറക്കം കാണണമെന്ന് പറയും. അതുകൊണ്ടാണെന്നറിയില്ല, ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ ആനകളൊക്കെ പതുക്കെ ഇറങ്ങുകയാണ്. ഇനി നഗരപ്രദക്ഷിണം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഞങ്ങളും പതുക്കെ വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. ഈ പന്തലിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞത് 1977. പന്തലിന് ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ദേ അച്ഛൻ അവിടെ ബുക്സ് മേടിക്കാൻ നിൽക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. ഈ അച്ചുകൊണ്ടിടുന്ന മൈലാഞ്ചിയും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇനിയിപ്പോൾ അടുത്തൊരു ഉത്സവം വരണ്ടേ ഇതിടണമെങ്കിൽ. അതുകൊണ്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല, അതും കൂടി ഇട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വ്ളോഗ് എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.